പനിയായിട്ട് 2 ദിവസത്തെ റെസ്റ്റും പിന്നെ ശിശുദിനത്തിന്റെ മുടക്കമൊക്കെ കഴിഞ്ഞിട്ട് ശിശുദിനത്തിന്റെ മുടക്കം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ ഒരു വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വത്തുമണി അതിലുണ്ടായിരുന്നില്ല. പനിയായ കാരണം സ്വത്തുമണി 2 ദിവസം ലീവായിരുന്നു. അതെ, ഇനി സുന്ദരിമണി ഇതുവരെ ലീവ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പനിയായപ്പോൾ ക്ഷീണമായി. അപ്പൊ 2 ദിവസം ലീവ് എടുത്തോളം പറഞ്ഞു. പിന്നെ ഇന്നലെ ഫാൻസി ഡ്രസ് ആയിരുന്നു. അപ്പൊ അതിന് ഉണ്ണി ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നലെ ലീവായി. അത് കഴിഞ്ഞിട്ട് സ്വത്തുമണി അച്ഛനും കൂടി നടക്കുകയാണ്. ദേവൂട്ടിനെ കണ്ടിട്ട് 2 ദിവസമായി ഉണ്ടാവും. വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവും. സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. ഇന്നിപ്പോ വെള്ളിയാഴ്ച ഇല്ല, ഇനിയിപ്പോ നാളെയും മറ്റന്നീ മുടക്ക്. വിശേഷങ്ങളൊക്കെ ഇനി എല്ലാവർക്കും തിങ്കളാഴ്ച അറിയാൻ പറ്റുള്ളൂ. ആ ചൊത്താലെ അച്ചാച്ചനും കൂടി നടക്കുന്നുണ്ട് ഇങ്ങനെ. ബബ്ബു വരയ്ക്കുണ്ടല്ലോ ഉണ്ണിയെ. ദേവൂട്ടിന്റെ വീടിനോടൊക്കെ എത്തിയിട്ടാ. കുറച്ച് ദിവസം കണ്ടിട്ട് ദേവൂട്ടിനെ വിളിച്ചു നോക്കിയേ. പനി മാറിണ്ട്, ചുമണ്ട് കുറച്ചുകൂടി. ചെത്തുമെല്ലാം ഒന്നിട്ട് സ്റ്റേജിക്കുന്നോ? നീ ഓടാൻ നിക്കണ്ട. പോരും സുന്ദരിയാവണല്ലോ. ദേവട്ടന്റെ ഇതൊക്കെ ടാഗൊക്കെയോ? ആ മറന്നാ ഇട്ടിട്ട് പോയോ? ID കാർഡ് ഇട്ടിട്ട് പോയോ? മമ്മൂടി ചീന്താനൊക്കെ ഉണ്ട്. ദേവട്ടം നല്ല വയസ്സത്തോടെ വന്നു വിശേഷങ്ങൾ പറഞ്ഞു. അപ്പൊ ഇവിടക്ക വാ, ഇങ്ങോട്ട് നീങ്ങുന്നോ? ദേവട്ട് വന്നിട്ട് അങ്ങോട്ട് പോവാ. ഇവിടെ വിളിച്ച് കുറവുണ്ട്. എന്നാ വിശേഷങ്ങൾ പറഞ്ഞു അവിടെ നിന്നിട്ട്. 2-3 ദിവസം പനിയുടെ ലീവിന്റെ. വികൃതി ഉണ്ടായിരുന്നാ? ഇല്ല, വികൃതി ഇല്ലാന്നാ അച്ഛൻ പറഞ്ഞ. ചെറിയ അച്ഛനെ മരുന്ന് കുടിക്കാണ്ട് പറ്റിച്ച കഥയൊക്കെ ഉണ്ടല്ലോ. നോക്കിയിറങ്ങട്ടാ, വിചാരിച്ചിട്ട് 2 കുട്ടികളും. ദേവട്ട് സുന്ദരനാവണല്ലോ. സ്വത്തുമണി വിശേഷങ്ങൾ പറഞ്ഞപ്പോഴേക്കും അച്ഛമ്മേനെ മരുന്ന് കുടിക്കാണ്ടേ പറ്റിച്ച കാര്യമൊക്കെ അച്ഛമ്മ പറഞ്ഞില്ലോ. ഒന്ന് പറഞ്ഞേ, എന്തായി? എന്തുണ്ടായി? അച്ഛമ്മേനെ എങ്ങനെ മരുന്ന് കുടിക്കാണ്ട് പറ്റിച്ചേ? പറയേ, കേക്കട്ടെ. സ്വത്തുമണി ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കേ. എന്താ ഉണ്ടായി പറയാ? അച്ഛമ്മേനെ മരുന്ന് കുടിക്കാണ്ട് എങ്ങനെ പറ്റിച്ചേ? പറയാ, എന്തായി പറയാ, എന്നാലും കേക്കട്ടെ. അമ്മേനും അച്ഛമ്മേനും പറ്റിച്ചാ? പിന്നെയാ അങ്ങനെ പ്ലാൻ ഉണ്ടല്ലേ? അങ്ങനെ പോണ്ട. വെയിലുണ്ട് കുറച്ച് ഇവിടേക്ക് നായിട്ടാ. അവിടെ നിന്നോ? മറ്റിടത്തൊക്കെ വെയിലാണ്. എന്താ വിശേഷം? ദൈവം 2 ദിവസമായിട്ട് സുത്തുമണി വന്നിട്ടില്ല. എന്തൊക്കെ വിശേഷം എന്ന് പറഞ്ഞ കേക്കട്ടെ പാപ്പൻ. എന്തൊക്കെ സ്കൂളത്തെ വിശേഷം? ദേട്ടാ എന്തൊക്കെ വിശേഷം? ചുത്തുമണി ഇങ്ങോട്ട് നോക്കാം. സ്കൂളിലേക്ക് വന്നു അവിടെ. എന്നിട്ട് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നു. എന്നിട്ട് ടീച്ചർ എപ്പടി കണ്ടു, എന്റെ ഉള്ളിൽ എന്റെ വെല്ലുമ്പേനെ എപ്പടി കണ്ടു. പോരുമ്പോ ഞാന് ഇവിടെ കണ്ടു. ശരിക്ക് പനിയെന്ന് പറഞ്ഞ ടീച്ചറോട് 2 ദിവസമായിട്ട് കൊറേ പഠിപ്പിച്ചാ? കൊറേ കുട്ടികളുണ്ടായിരുന്നു നല്ല ഫാൻസി ഡ്രസ്സിനെ. ആമിനുണ്ട്, ഞാനുണ്ട്, പിന്നെ ദൈവിക്കുണ്ട്, പിന്നെ പാർട്ടിയുണ്ട്. എത്ര ആളുണ്ട്? കുറച്ചാളുള്ളൂ. അല്ല, തൂത്ത് പറഞ്ഞപ്പല്ല.
ടൂത്ത് പറഞ്ഞ പിന്നെന്താ? തൂത്തുണ്ടല്ലേ ഇത് മൊഗ, കവിള, ഇതിങ്ങനെ എന്താ പാപ്പന് മനസ്സിലായില്ല. ഞങ്ങളെ fish കാക്കുറി വാങ്ങിക്കല്ലേ. ഇങ്ങനെ എന്താ ഇനി മേക്കപ്പാ? കുറി വാങ്ങിക്കണ്ട. എന്താ പറയേ? ഇത് ഇങ്ങനെ ഉം. ഇങ്ങനെ എന്താ അതെന്ന് പറയേ? ഇങ്ങനെ വണ്ടി വരണ്ടോട്ടെ, സൗണ്ട് കേൾക്കണ്ടല്ലോ. അങ്ങനെ വണ്ടിയാവില്ല. നല്ല കുട്ടിയായിട്ട് പഠിക്കാൻ പോക്കോ രണ്ടാളും. വണ്ടി ഓടരുത് പപ്പ പറഞ്ഞിട്ട്. വണ്ടി റോട്ടിന്ന് വരും വലിയ വണ്ടികള്. ആ വേറെ വണ്ടിയാണ് ദേവട്ടാ. ഇവിടെ വന്നു വെയിലാറിട്ട് പോവാ. അപ്പൊ നല്ല കുട്ടിയായിട്ട് നല്ല കുട്ടികളായിട്ട് പഠിക്കാൻ പോക്കോ. ഞാൻ 2 ദിവസം മുടക്കാം കേട്ടാ. ഓക്കെ സുന്ദരമണി, ബായ്. സ്കൂളിൽ പോയിട്ട് എല്ലാം പഠിപ്പിച്ചത് എല്ലാം ചോദിച്ചിട്ട് നല്ല കുട്ടിയായിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ ദേവട്ടിക്ക്.